ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലല്ലേ? രൂപം കൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ശബ്ദം കൊണ്ടറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ഫോണിൽ പലപ്പോഴും നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. യെസ്, ഞാൻ തന്നെ. ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. കള്ളം പുറത്ത്, പോലീസ് അകത്ത്, വിധി എന്നല്ലാണ്ട് എന്താ പറയാ. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് എനിക്കറിയാം. കളവിനേക്കാൾ വലിയ കുറ്റമാണ് കൊലപാതകം. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ നിങ്ങളെക്കാൾ എളുപ്പം എനിക്കാണ്. നിങ്ങളൊരു പാവമാണ് മിസ്റ്റർ ശേഖർ. ഉദ്യോഗത്തിനോട് നീതി പുലർത്താൻ മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. എന്തിന്, ആർക്ക് വേണ്ടി എന്നൊന്നും നിങ്ങൾ ആലോചിച്ചിട്ടേയില്ല. ഉണ്ടോ? നിങ്ങൾ നിരപരാധിയാണെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമേ അതറിയാവൂ. കോടതിക്ക് സാക്ഷിമൊഴികളെ വിശ്വസിക്കേണ്ടി വരുമ്പോൾ നിരപരാധികളും ശിക്ഷിക്കപ്പെടും. പക്ഷേ നിങ്ങൾ ശിക്ഷിക്കപ്പെടരുതെന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നു. നന്മയുടെ ഭാഗത്ത് നിൽക്കുക എന്നത് നീതിപാലകരുടെ മാത്രം കുത്തകയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അവരത് വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കേസിന്റെ വിധി പറയുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾ വീണ്ടും ഒന്ന് കാണേണ്ടി വന്നു. ഇത്തവണ വന്നത് ഒരു ചെറിയ അഭ്യർത്ഥനയുമായിട്ടാണ്. നിങ്ങൾ രണ്ടുപേരും കോടതി വരെ ഒന്ന് വരേണ്ടി വരും. കോടതി വരെ? എന്തിന്? അമ്പലക്കാടൻ കൃഷ്ണനെ കൊന്നത് എന്തിനാണെന്നും എങ്ങനെയാണെന്നും പറയാൻ. അമ്പലക്കാടൻ കൃഷ്ണനെ കൊന്നത് ഞങ്ങളാണെന്നോ? താൻ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ അയാളെ കൊല്ലുന്നത് ഞാൻ കണ്ടതുകൊണ്ടല്ലേ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതെ വന്നാൽ. മരിച്ച കൃഷ്ണനോട് എനിക്ക് സഹതാപമോ കടപ്പാടോ ഒന്നുമില്ല. ആരോ കൊന്നു, അയാൾ ചത്തു. പക്ഷേ നിങ്ങൾ കോടതിയിൽ സത്യം പറഞ്ഞില്ലെങ്കിൽ ആ കേസിന്റെ വിധിയും കാത്തിപ്പോ സബ് ജയിലിൽ കിടക്കുന്ന ഒരു നിരപരാധി ഉണ്ടല്ലോ, ഇൻസ്പെക്ടർ ശേഖർ, അയാൾ ശിക്ഷിക്കപ്പെടും. നിങ്ങൾ കോടീശ്വരനാണ്. പ്രഗത്ഭനായ വക്കീലിനെ വയ്ക്കാം. ലക്ഷക്കണക്കിന് കാശ് മുടക്കി സാക്ഷികളെ വിലക്ക് വാങ്ങാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ തൽക്കാലം എൻ്റെ കൂടെ ഒന്ന് വന്നേ പറ്റൂ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അന്നേ ദിവസം സംഭവം നടന്നത് പൂർണ്ണമായും നിങ്ങൾ കണ്ടോ? കണ്ടു. എന്താണ് കണ്ടത്? ഒന്ന് വിശദീകരിക്കാം. ഞാനവിടെ ചെല്ലുമ്പോൾ അമ്പലക്കാടന്റെ പത്രത്തിൽ വന്ന ഒരു വാർത്തയെ ചൊല്ലിയുള്ള തർക്കം നടക്കുകയായിരുന്നു. വയനാട് റേഞ്ചിൽ ചാരായ ലേലത്തിൽ കുംഭകോണം. മദ്യത്തിന്റെ മറവിൽ മയക്കുമരുന്നുകൾ ഒഴുകുന്നു. ലേലോദ്യോഗസ്ഥന്മാർ അപ്പാടെ കയ്യിലെടുത്ത ഒരു അബ്കാരി കോൺട്രാക്ടറുടെ വികൃതികൾ. എന്താ സത്യമലയിൽ എഴുതിയിരിക്കുന്നേ? ഇതൊക്കെ അവിടെ നടന്നതല്ലേ? വയനാട് റേഞ്ച് കിട്ടാത്തതിന്റെ അസൂയല്ലേ തനിക്ക്? ആയിരിക്കാം. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ ഇപ്രാവശ്യം വയനാട് റേഞ്ച് എനിക്ക് വിട്ടുതരണമെന്ന്. നീ എന്നെ കയറ്റി വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വേറൊരു വഴി കണ്ടു. അത്രേ ഉള്ളൂ.
നീ വിഷമിക്കൊന്നും വേണ്ടടാ. പോയി മാനനഷ്ടത്തിന് കേസ് കൊടുത്തോ. കോടതിയെ ശിക്ഷിച്ചോട്ടെന്നേ. കോടതിയിൽ പോകാനും നിന്നെ ശിക്ഷിക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയും സമയവും എനിക്കില്ല. തീർന്നു തോന്നണേ. വാ പോവാ. ഇതാണ് സർ സംഭവിച്ചത്. ആ സമയത്ത് നിങ്ങൾ എന്തിനാ അവിടെ പോയി? കക്കാൻ, അല്ല എന്തിനാ? സത്യമാണ്. ഇവിടെ പലർക്കും ഞാൻ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാം. പല വേഷങ്ങളിലും അവരെന്നെ കണ്ടിട്ടുണ്ട്. പത്രങ്ങളും പോലീസും പിടികിട്ടാപ്പുള്ളി എന്ന് വിശേഷിപ്പിച്ച ആ കള്ളൻ ഞാൻ തന്നെയാണ്. ഇനിയും എത്ര കാലം വേണമെങ്കിലും എനിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് ജീവിക്കാം. ഈ കീഴടങ്ങൽ മനഃപൂർവ്വമാണ്. ഇല്ലെങ്കിൽ നിരപരാധിയായ ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടും. കാരണം അമ്പലക്കാടനെ കൊന്നത് ഇൻസ്പെക്ടർ ശേഖർ അല്ല എന്നറിയാവുന്ന ഒരേ ഒരു സാക്ഷി ഞാൻ മാത്രമാണ്. കള്ളനാണെങ്കിലും മനസാക്ഷിയുള്ളവനാണ് സാറേ ഞാൻ. ഇൻസ്പെക്ടർ ശേഖരനെ രക്ഷിക്കാൻ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥ അല്ല ഇതെന്ന് കോടതി എങ്ങനെ വിശ്വസിക്കും? നിയമം കുറേയൊക്കെ എനിക്കും അറിയാം സാർ. വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഞാൻ ഇവരെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിരപരാധിയായ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ സ്വന്തം ജീവിതമാണ് ഞാൻ അടിയറ വയ്ക്കുന്നത് തെളിവായിട്ട്. ഒരു കള്ളനെ പിടിക്കാൻ ലക്ഷങ്ങളും കോടികളും ചെലവാക്കാൻ ഇവിടെ വകുപ്പുണ്ട്. പക്ഷേ അവൻ എങ്ങനെ കള്ളനായി എന്നറിയാൻ ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ? ആരും കള്ളനായി ജനിക്കാറില്ല സാർ. സാഹചര്യങ്ങളാൽ കള്ളനാക്കപ്പെടുകയാണ്. ഞാനും അങ്ങനെ തന്നെ. സർക്കാരിനെയും ജനങ്ങളെയും വഞ്ചിക്കുന്നവരെ ദൈവം പോലും ശിക്ഷിക്കുന്നില്ല എന്നുള്ള അറിവ്. നേരായ മാർഗത്തിലൂടെ ജീവിക്കാൻ ശ്രമിച്ചവർ പട്ടിണി കിടക്കുന്നത് കാണേണ്ടി വന്നപ്പോഴുണ്ടായ അമർഷം. അനാഥനായ എന്നെ കള്ളനാക്കിയ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ വയറ് വിശക്കുന്നവന്റെ എച്ചിൽ പാത്രത്തിൽ ഞാൻ ഇതുവരെ കൈയിട്ട് വാരിട്ടില്ല. പരിശോധിച്ച് നോക്കാം. ഞാൻ നടത്തിയിട്ടുള്ള ഓരോ കളവും ന്യായമായിട്ടുള്ളതായിരുന്നു. മാന്യതയുടെ കുപ്പായമിട്ട് നടക്കുന്നവർ പലരും എന്നേക്കാൾ വലിയ കള്ളന്മാരാണ്. മദ്യത്തിൽ മായം ചേർക്കുന്നവർ, നിരോധിക്കപ്പെട്ട മരുന്ന് വിറ്റ് കാശുണ്ടാക്കുന്നവർ, കള്ളക്കണക്ക് മാത്രം ബോധിപ്പിച്ച് ഇൻകം ടാക്സിന് വെട്ടിക്കുന്നവർ, എല്ലാവരും ഓരോ അർത്ഥത്തിൽ കള്ളന്മാരാണ്. ബഹുമാനപ്പെട്ട കോടതിക്ക് എന്നെ ശിക്ഷിക്കാം. തുറന്ന മനസ്സോടെ എല്ലാ സത്യങ്ങളും ഞാൻ ബോധിപ്പിക്കാം. സാർ, എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ കയ്യിൽ ശേഖരൻ സാർ വിലങ്ങ് വെച്ചാൽ മതി. സാറിനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഞാനെന്ന് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു? യോഗ്യനായ ഒരാളെ കല്യാണം കഴിച്ച് ഭാര്യയായി അമ്മയായി ആനി സുഖമായിട്ട് ജീവിക്കുന്നു. ഞാനെന്ന് പറഞ്ഞതുപോലെ കുട്ടികൾക്കൊരു കള്ളന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ മറക്കരുത്. വരട്ടെ. മനസ്സിൽ നന്മയുള്ളവരെ ദൈവം കൈവിടിയില്ല. എന്നെങ്കിലും ഒരിക്കൽ വീണ്ടും കാണാം.